ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോ അവസ്ഥ എടാ എന്ത് പറ്റി? എടാ വൈദഗ്ധ്യടാ, ഇങ്ങോട്ട് വേണോ അതോ ഇങ്ങോട്ട് വേണോ? എന്താ ചെയ്യാ? തോസിട്ടാലോ? അപ്പോൾ മക്കളെ കർണി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കരാരിയിലേക്കാട്ടോ. കരാരിയിലേക്ക് ട്രക്ക് കയറിക്കൊണ്ട് കേട്ടോ. ഡൽഹിയിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ ഹിമാചലിലെ വിൻ്റർ ക്യാപിറ്റലായ ധർമ്മശാലയിലേക്ക് എത്തുന്നത്. ഒരാൾക്ക് 550 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. അങ്ങനെ രാത്രി 10 മണിക്ക് ഡൽഹിയിൽ നിന്ന് ധർമ്മശാലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഏറ്റവും ബാക്കിലത്തെ സീറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾ ധർമ്മശാലയിലെത്തി. ഞങ്ങൾക്ക് പോകേണ്ട കരേരിയിലേക്ക് ട്രക്കിങ്ങിലേക്ക് ഏകദേശം ധർമ്മശാലയിൽ നിന്ന് 35 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങോട്ടേക്ക് ബസ്സില്ല കേട്ടോ. ഏകദേശം ഒരു 20 കിലോമീറ്റർ വരെ ബസ്സുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ ടാക്സി വിളിച്ച് പോകണം. പക്ഷെ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും നമ്മളടുത്തില്ല. അതുകൊണ്ട് തന്നെ കരേരിയിലേക്ക് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം വണ്ടിക്ക് കാത്തു നിന്ന് അവസാനം നമുക്ക് ലോറി കിട്ടിയിട്ടോ. ഈ ഒരു ലോറി 20 കിലോമീറ്റർ വരെ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഏതാ സ്ഥലം ഇവിടെ വരെ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടോ. ലോറിയിലെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ സീൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് ഒരുപാട് മുന്നിൽ വരുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തല താത്തിയും സീൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല അടിപൊളി റൂട്ടുകളും ഫുള്ള് മലകളും ചുറ്റോട് ചുറ്റും മലകൾ, അടി കൂടെ നല്ല നദി ഒഴുകുന്നുണ്ട്. മക്കളെ നമ്മൾ ധർമ്മശാലയിൽ നിന്ന് കരേരി വില്ലേജിലോട്ട് പോട്ടെ. കരേരിയിലേക്കാണ് കാഴ്ചകളാട്ടത്. അടിപൊളി കാഴ്ച. ഈ റൂട്ട് കേട്ടോ. നേരെ നോക്കിയതാ ബ്ലൂ കളർ വെള്ളം, കുളിക്കണ അടിപൊളി ഫ്രഷ് വെള്ളം അങ്ങനെ ഞങ്ങളെ ലോറിക്കാരന് മൂപ്പർക്ക് പോകേണ്ട സ്ഥലത്തെപ്പോൾ നമ്മൾ ഇറക്കി വിട്ടിട്ടോ. ഇനിയും 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കരേരിയിലേക്ക് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം തപ്പി നടന്നു. കിടിലൊരു സ്പോട്ട് കിട്ടിയിട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു സെക്യൂരിറ്റി നമ്മളൊന്ന് ആട്ടിയിട്ടോ. അവിടെ നിൽക്കാൻ പറ്റില്ല, പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് നടന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു വണ്ടി കിട്ടിയിട്ടോ. ഒരു കാറാണ് കിട്ടിയത്. മൂപ്പര് കരേരിയിലേക്ക് ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോകണത്. പക്ഷേ കരേരി വില്ലേജ് വരെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ മൂപ്പര് കൂടെ നമ്മൾ പോയി. അങ്ങനെ ഞങ്ങൾ കരേരി വില്ലേജിലെത്തിയിട്ടാ. ഇനിയും ഇവിടെ നിന്ന് 4 കിലോമീറ്ററുണ്ട് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ. ഞങ്ങൾ ആ വില്ലേജിലൂടെ കുറേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. വളരെ മനോഹരമായൊരു വില്ലേജ് തന്നെയായിരുന്നു കരേരി വില്ലേജ്. ഈ വില്ലേജിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാനൊക്കെ തോന്നിട്ട് അത്ര മനോഹരമായിരുന്നു. അങ്ങനെ ആ വില്ലേജിൽ ടെൻ്റൊക്കെ കെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടോ. പിന്നെ അടുത്ത വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അവസാനം ലിഫ്റ്റ് അടിച്ച് കരേരിയിലെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിട്ടോ. മലയാളിക്കൊന്നും ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. ചെങ്ങായിമാരപ്പോൾ നമ്മളെ കരാരി ഹിമാചൽ പ്രദേശിലെ കരാരി ലേക്ക് ട്രക്കിലേക്കുള്ള നമ്മൾ ഈ ട്രക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ പോയേക്കാം. അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഇപ്പം എല്ലാ മലയാളീസ് കാര്യമൊന്നും ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല. നമ്മൾ പോയോക്കെ കേട്ടോ. ഏകദേശം 10 കിലോമീറ്ററാണ് ഈ ഒരു ട്രക്കിങ് വരുന്നത്. നോക്കി അടിപൊളി റൂട്ടാട്ടോ, സീനാണ്. മലയാളീസ് ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. പോയോക്കെ ഏറ്റവും ടോപ്പിൽ 10 കിലോമീറ്റർ ഉണ്ട്. ടോപ്പിൽ ലേക്ക് ഉണ്ട്, കരാരി ലേക്ക്. ഓ മണ്ണന്മാരിന്ന് മറന്നിട്ടുണ്ട് 2 കിലോമീറ്റർ അപ്പുറം സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ.
അപ്പോൾ ചെങ്ങായിമാരെ, കരാരി ലേക്ക് ട്രക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ വെച്ചാൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്ററാണ് കരാരി ലേക്ക് ട്രക്കിംഗ് പോയിന്റിലേക്കുള്ളത്. കരാരി വില്ലേജിൽ നിന്നാണ് ഇത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ചാൽ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പത്താംകോട്ട് വരുന്നുണ്ട്. അതേപോലെ ഡൽഹിയിൽ നമ്മൾ ബസ് പിടിച്ച് പോരാ, ഏകദേശം 500 റുപ്യ റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പത്താംകോട്ടിനാണ് 230 ആണ് ധർമ്മശാലയ്ക്ക്. പിന്നെ അവിടുന്ന് കേട്ട് ഞങ്ങൾ വന്ന് ലിഫ്റ്റ് അടിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സൊന്നും ഓടാത്ത റൂട്ട്, അപ്പോൾ ഷെയർ ടാക്സിയോ അങ്ങനെ എങ്ങനെയൊക്കെ വരുന്ന വരും. നമ്മൾ ഫുള്ള് ലിഫ്റ്റ് അടിച്ചാണ് 35 കിലോമീറ്റർ ഇവിടെ എത്തിയത്. ഇതാട്ടോ ഇവിടുത്തെ വിഷ്വൽസ് നോക്കിങ്ങൾ. ഓഹോ സീനാട്ടോ, വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിങ്ങൾ കാഞ്ചര. ഓ പച്ച വെള്ളം കേട്ടോ, പച്ച കളർ വെള്ളം, ഐസാണ് തീര മക്കളെ. കയറി നോക്കട്ടെ, തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മളെ ട്രക്കിങ്. അടിപൊളിയാവും തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മൾ കുറേ നോക്കിട്ടോ ഏതൊക്കെ പോകേണ്ട ഒരു തീരുമാനമില്ലേനു. അങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു പരസ്യം കണ്ടു കരാരിലേക്ക് ഹിമാചൽ പ്രദേശിൽ. ഞാൻ ട്രീയൂണ്ട് കയറാൻ കേട്ടോ അന്നിന്. ട്രീയൂണ്ട് പിന്നെ എല്ലാവരും ട്രീയൂണ്ടിലാണ്. അപ്പോൾ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം നോക്കി കേട്ടോ. വെറുതെ നോക്കിയതാ, അടിപൊളിയാണ്. എന്തായാലും കയറി നോക്കട്ടെ, മുകളിൽ ലേക്ക് ഉണ്ട് പറഞ്ഞു. നമുക്ക് ഏതായാലും ഇങ്ങനെ വിഷ്വൽസ് കണ്ടോക്കാം കയറുന്ന അനുസരിച്ച്. ഒരു പട്ടിക്കുട്ടനെ കിട്ടിയിട്ടുണ്ടോ? പട്ടിക്കുട്ടാ, നമ്മൾ നല്ലൊരു പട്ടിക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. ഓ അടിപൊളിയാട്ടോ. ഏതായാലും എന്ത് കാരണം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോ അവസ്ഥ സീനാണ്. കാരണം നമ്മളിങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വരാൻ. വിചാരിച്ചു, പക്ഷെ എന്തൊരു വർഷം ഒരാളും മനുഷ്യനില്ല, ക്രൗഡില്ല. ഫുള്ള് ജാഗ്രത എന്താണ് മലയാളീസിന്റെ മാറ്റി പിടിച്ചാട്ടോ. ട്രീയുണ്ട് ഏകദേശം ധർമ്മശാലയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് പീസ്ഫുള്ളി ഫുള്ള് ലിഫ്റ്റ് അടിച്ചെത്തി. ഒരു വണ്ടിയും കൈയായിട്ട് പോകുന്നില്ല, പൈസ എടുത്ത് പോകുന്നില്ല. ഈ ട്രക്കിൻ്റെ തുടക്കത്തിൽ ഫുള്ള് കാടുകളും മരങ്ങളൊക്കെ ആട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഈ ഒരു കാടുകൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാൻ. ഇതല്ലല്ലോ ചെങ്ങൈമാരെ നോക്കിയാണ്. ഓഹോ സീനുണ്ടോ, അടി കാണുന്നൊക്കെയാണ്. ഓ എന്താ രസത്തോ. എറിനോടത്തോളം അടിപൊളിയായിക്കൊണ്ട് കേട്ടോ ഓരോ സീനും. എന്താ അവസ്ഥ? ഓ വന്ന മുതലേ നമുക്ക് ചെക്കന്മാർക്ക് വഴിതെറ്റി അലിക്ക് വഴിതെറ്റി. ആ ആയിക്കോട്ടെ, ഓക്കെ. ഏതാ കറങ്ങിട്ടാ അങ്ങോട്ടാടാ കാണണേ, അങ്ങോട്ട് വെക്കാം. ആ ട്രക്കിങ്ങിൽ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് വരും മരങ്ങളെ കൊണ്ടൊക്കെ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കി വെച്ചോട്ടോ. എടാ എന്ത് പറ്റി? എടാ വഴിതെറ്റിടാ. ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? എന്താ ചെയ്യാ? ടോസിട്ടാലോ? ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് അല്ലേ? ആയിട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ്. ഞങ്ങളൊരു 3 കിലോമീറ്റർ കയറിയപ്പോൾ ഫുള്ള് കാടുകളും മരങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് നല്ല ബ്യൂട്ടി ഉണ്ട് ഈ ഒരു കാടുകൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഒക്കെ നടക്കാൻ. നല്ല തണുപ്പാണ്, നല്ല അഡ്വഞ്ചറാട്ടോ. തുടക്കത്തിലൊരു 3-4 കിലോമീറ്റർ ഫുൾ അഡ്വഞ്ചറായിട്ടുള്ള ട്രക്കിംഗ് ആട്ടോ. അങ്ങനെ നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി കുറച്ചേരം ഇരുന്ന് കേട്ടോ ഒരു ഷോപ്പിന് മുമ്പിലാണ്. ഇവിടെ ഫുഡ് പറഞ്ഞാൽ നല്ല റേറ്റ് ആട്ടോ, ഇരട്ടി വിലയാണ് നമ്മൾ അടിയിൽ നിന്ന് കിട്ടണതിനെക്കാട്ടും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാഗിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളടുത്ത് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ കുക്ക് ചെയ്യാവുന്ന രൂപത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല.
ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് വരുന്ന ടീമിനെ കണ്ടിട്ടോ. അപ്പോൾ ഓരോട് വെച്ച് ഇനി എത്ര ഉണ്ട് ചോദിച്ച പോലെ പറഞ്ഞു ഇനി ഒരുപാടുണ്ട്, നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ട് കൂടി ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.